ഹലോ ഫ്രണ്ട്സ്, 2024 നടന്ന LDC മലപ്പുറം ജില്ലയിലെ ചോദ്യപേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിലെ മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻസേഴ്സ് മാത്രം പറഞ്ഞായിരിക്കും പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും റിലേറ്റഡ് ഫാക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യാം. വരുന്ന ബെവ്കോ എക്സാമിനും അതുപോലെ തന്നെ VFA പോലുള്ള പല എക്സാമുകൾക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും K. കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ K. കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് AKGയുടെ നേതൃത്വത്തിലാണ് കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടത്, കേളപ്പൻ്റെ നേതൃത്വത്തിലല്ല. അതുകൊണ്ട് തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിന് ആൻസർ വരുന്നത് B ആണ്. അടുത്ത ചോദ്യം: ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ഇവിടെയും 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിലെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ KM പണിക്കർ അധ്യക്ഷനായല്ല സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത്. സയ്യിദ് ഫസൽ അലി അധ്യക്ഷനായ കമ്മീഷനാണ് രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കൻറ്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. 2. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യ അവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. 3. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. 4. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രഖ്യാപനം അമേരിക്കൻ റവല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് B ആണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംപ് അഥവാ എൻ്റെ സമരം. 2. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം രൂപീകരിച്ചു. 3. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. 4. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ് അഥവാ SS. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ബ്ലാക്ക് ഷർട്ടുകൾ എന്ന് പറയുന്നത് ഹിറ്റ്ലറുമായിട്ടല്ല മുസോളിനിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട സംഘടനയുടെ പേരെന്താ? ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ ആയിരുന്നു ഹിറ്റ്ലർ രൂപീകരിച്ച സന്നദ്ധ സേന എന്ന് പറയുന്നത്. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5: ഗാന്ധിജിയുടെ
ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ബർദോളി, സെക്കൻഡ് ചമ്പാരൻ, തേർഡ് ഖേഡ, ഫോർത്ത് എന്ന് പറയുന്നത് അഹമ്മദാബാദ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചമ്പാരനും ഖേഡയും അഹമ്മദാബാദുമാണ്. ബർദോളി സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സമരമാണ്, ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്. ആറാമത്തെ ചോദ്യം, 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. മികച്ച നടൻ ജെസി പ്ലെമോൺസ്, മികച്ച നടി എമീലിയ പെരസ്, ജൂറി പ്രൈസ് എമീലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗ്വേൽ ഗോമസ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2023 കറണ്ട് അഫയേഴ്സ് പ്രകാരമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പം നിങ്ങൾ ഇപ്പം നടന്ന 2026 നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു വയ്ക്കുക. 7. ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. അപ്പം നഗോയ പ്രോട്ടോക്കോൾ, കാർട്ടജീന പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ, റാംസർ കൺവെൻഷൻ, ഇങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഹരിതഗ്രഹവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. 8. ആനർ, ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഓപ്ഷൻ എ ഗോദാവരി, കാവേരി, നർമ്മദ, താപ്തി. ആനറും ഗിർണയും താപ്തിയുടെ പോഷക നദികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടുകൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദുർഗാണ്. ഈ ദുർഗ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വാരക്കാറ്റ്, കടൽക്കാറ്റ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പർവ്വതക്കാറ്റാണ്. അതായത് രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ ഈസ്റ്റിങ്സ്, ബി കോണ്ടൂർ രേഖകൾ, സി ഫോം ലൈൻ, ഡി നോർത്തിങ്സ്. ഇതിൻ്റെ ആൻസർ ഈസ്റ്റിങ്സ് ആണേ. ധരാതലീയ ഭൂപടങ്ങളിലെ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്നാണ് ഈസ്റ്റിങ്സ് ആണേ. 12, കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? മീൻകൊത്തിച്ചാത്തൻ, മയിൽ, വയൽക്കോതി, കഴുകൻ. ഈ പക്ഷി സങ്കേതം മയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായം? ഓപ്ഷൻ എ സെമിന്ദാരി സമ്പ്രദായം, ഓപ്ഷൻ ബി റയറ്റ് വാരി സമ്പ്രദായം, ഓപ്ഷൻ സി ഫ്യൂഡൽ സമ്പ്രദായം, ഓപ്ഷൻ ഡി മഹൽവാരി സമ്പ്രദായം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം ഈ സമ്പ്രദായങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ 14, ഒരു ദ്വിമേഖല 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കുടുംബങ്ങൾ ഗവൺമെൻറ്, ഓപ്ഷൻ ബി കുടുംബങ്ങൾ വിദേശ മേഖല, ഓപ്ഷൻ സി കുടുംബങ്ങൾ സംരംഭങ്ങൾ, ഓപ്ഷൻ ഡി സംരംഭങ്ങൾ ഗവൺമെൻറ്. ഒരു 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് കുടുംബങ്ങൾ സംരംഭങ്ങളാണ്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15, താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഖനനം, ഓപ്ഷൻ ബി നിർമ്മാണ പ്രവർത്തനം, ഓപ്ഷൻ സി വാർത്താവിനിമയം, ഓപ്ഷൻ ഡി മൃഗപരിപാലനം. ഇവിടെ ആൻസർ വരുന്നത് വാർത്താവിനിമയം ആണ്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വാർത്താവിനിമയമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവമാണ് അസേർഷൻ, മറ്റൊന്ന് റീസൺ ആണ് കാരണം. ദൃഢപ്രസ്താവം അല്ലെങ്കിൽ അസേർഷൻ, 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. റീസൺ അല്ലെങ്കിൽ കാരണം, ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹാരം നടത്തുന്നതിനോ
ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം ഈ അസേർഷനും അതിൻ്റെ റീസണും ശരിയാണ്. 17 ചേരുംപടി ചേർക്കുക. പ്രധാനമന്ത്രി ജൻ ധൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ, PM ഗ്രാം സഡക് യോജന. ഞാൻ ആൻസേഴ്സ് അങ്ങ് പറയാം. പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാർവത്രിക ബാങ്കിങ് സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വകാല തൊഴിൽ പരിശീലനമായിരുന്നു, കൗശൽ വികാസ് യോജന. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. PM ഗ്രാമ സഡക് യോജന, സഡക് യോജനയാണ്, ഗ്രാമീണ റോഡ് വികസനം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷണ സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രാജസ്ഥാനാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. ഓപ്ഷൻ ബി ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. ഓപ്ഷൻ സി പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് മുഴുവൻ ചെലവും ലഭിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ആണ്. നെഹ്റു ഒറ്റയ്ക്കാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇത് പാസ്സാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1 യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, നെഹ്റു. 2 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, നെഹ്റു. 3 പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അംബേദ്കർ. 4 റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉം ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ആണ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു ആണ്, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 3ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 1 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് സി ആണ്. 1ഉം 3ഉം ആണ് ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 23ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 24ാമത്തെ ചോദ്യം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 2 ലോക്സഭയുടെ കാലാവധി നീട്ടി. 3 7ാം പട്ടികയിൽ നിന്നും സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 4
മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നിങ്ങൾക്കറിയാലോ. മിനി ഭരണഘടന എന്നാണ്, ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് 42nd അമെൻമെൻറ്റിനെ വിളിക്കുന്നത്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് 1, 2 മാത്രമാണ് ശരി. കാരണം ഇത്രയും വിഷയങ്ങളും മാറ്റിയിട്ടില്ല. അതായത് പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു, ലോക്സഭയുടെ കാലാവധി നീട്ടി. ഇത് രണ്ടുമാണ് ശരി. 25. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആര്? ഇതിൻ്റെ ആൻസർ ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ്. ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ. ഓപ്ഷൻ ഡി 18ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 27. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് സ്നേഹപൂർവം, സ്നേഹസാന്ത്വനം, സമാശ്വാസം, വയോമിത്രം. വയോമിത്രമാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇത് ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയല്ല, പഞ്ചായത്ത് രാജിൻ്റെ 73ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ചെന്നൈ. കൊച്ചിൻ എയർപോർട്ടാണ് ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം, ഇന്ത്യയിലെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പ് നൽകുന്നു? 2024 ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 100 ആയിരുന്നു. 100 ദിവസത്തെ തൊഴിൽ ദിവസങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 125 കാരണം ഈ അടുത്തൊരു ഭേദഗതി വന്ന് ഈ പദ്ധതിയുടെ പേര് മാറ്റി ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 31. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ ഹരിത കേരളം മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ വരുന്നത് KJ യേശുദാസ് ആണ്. ഹരിത കേരളം മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് KJ യേശുദാസ് ആയിരുന്നു. 32. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഓപ്ഷൻ എ ആട്ടമായിരുന്നു ഉത്തരം. 2024 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 33. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രസിഡൻറ്റ്, ബി മുഖ്യമന്ത്രി, സി ഗവർണർ, ഡി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ക്വസ്റ്റ്യൻ 34. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം? പെരികാർഡിയം, മൈലിനുറ, പ്ലൂറാ സ്തരം, പ്ലാസ്മ സ്തരം. പെരികാർഡിയമാണ് മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. ക്വസ്റ്റ്യൻ 35. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? നമുക്ക് നന്നായി അറിയാം, നിപ്പ വൈറസാണ് ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഹരിതഗൃഹവാതകത്തിന്, ഗ്രീൻ ഹൗസ് ഗ്യാസിന്
ഉദാഹരണമല്ലാത്തതേത്? ഓപ്ഷൻ എ CO2 കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്. ഇതിൽ ഓക്സിജനാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്സിജൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല, ഹരിതഗൃഹവാതകം അല്ല. ക്വസ്റ്റ്യൻ 37. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ അമ്മത്തൊട്ടിൽ, ബി കാരുണ്യ, സി താലോലം, ഡി ശിശുക്ഷേമ സമിതി. താലോലമാണ് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്. 38. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓപ്ഷൻ എ വ്യായാമക്കുറവ്, ബി സാംക്രമികം, സി പരമ്പരാഗതം, ഡി അമിത ഭക്ഷണം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വ്യായാമക്കുറവും അമിത ഭക്ഷണവുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ക്വസ്റ്റ്യൻ 39. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ബി ത്രോംബോസൈറ്റ്, സി മോണോസൈറ്റ്, ഡി ലിംഫോസൈറ്റ്. ഇതിൽ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ത്രോംബോസൈറ്റാണ് ശ്വേതരക്താണു അല്ലാത്തത്. ബാക്കി 3 ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടുന്നവയാണ്. ക്വസ്റ്റ്യൻ 40. DNA-യിൽ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഓപ്ഷൻ ഡി യുറാസിലാണ് DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത്. പകരം തൈമിനാണ് DNA-യിലുള്ളത്. യുറാസിൽ RNA-യിലുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ. നമുക്കറിയാം നിശാന്തത വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. 42. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം, ഓപ്ഷൻ ബി സമതല ദർപ്പണം, ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ദർപ്പണം, ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കോൺകേവ് ദർപ്പണമാണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്നത്. 43. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. ഓപ്ഷൻ എ അഭികേന്ദ്ര ബലം, ഓപ്ഷൻ ബി അപകേന്ദ്ര ബലം, ഓപ്ഷൻ സി എയും അല്ല ബിയും അല്ല. ഓപ്ഷൻ ഡി എയും ബിയും ശരിയാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് അഭികേന്ദ്ര ബലമാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം അഭികേന്ദ്ര ബലമാണ്. 44. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്. ആംബിയർ, കെൽവിൻ, ഡെസിബൽ, മോൾ. ഓപ്ഷൻ സി ഡെസിബൽ ആണ് ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. 45. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം. ഓപ്ഷൻ എ ചൈന, ബി ജപ്പാൻ, സി റഷ്യ, ഡി ഇന്ത്യ. ഇന്ത്യ ആണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയത്. 46. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? ഇത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 2023 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്ലോഡിയ ഗോൾഡിനാണ്. ഓപ്ഷൻ ബി. ബാക്കി 3 പേരുടെയാണ് ഭൗതിക ശാസ്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. ക്വസ്റ്റ്യൻ 47. അക്വാ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം. ഓപ്ഷൻ എ സ്വർണ്ണം ലയിപ്പിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ ബി മഞ്ഞ നിറമുള്ള ദ്രാവകം, ഓപ്ഷൻ സി രാജകീയ ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്നു, ഡി അതിലടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ അനുപാതം 3:1. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അക്വാ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത്. 48. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. NaMg, ബി കാർബൺ നൈട്രജൻ, സി സിലിക്കൺ ജെർമേനിയം, ഡി ബേരിയം റേഡിയം. സോഡിയോ മഗ്നീഷ്യമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇതിൽ അലോഹങ്ങളായിട്ടുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബണും നൈട്രജനുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 49. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ മാലിക് ആസിഡ്, ബി സിട്രിക് ആസിഡ്, സി ലാക്റ്റിക് ആസിഡ്, ഡി ടാനിക് ആസിഡ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ലാക്റ്റിക് ആസിഡാണ് തൈരിൽ അടങ്ങിയിരിക്കുന്നത്. 50-യും 51-ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 52. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ അർണോസ് പാതിരി,
ബി ഫാദർ ക്ലെമൻ്റ് പിയാനിയസ്, സി ഹെർമൻ ഗുണ്ടർട്ട്, ഡി റോബർട്ട് ഡ്രമണ്ട്. മലയാളത്തിലെ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് ഫാദർ ക്ലെമൻ്റ് പിയാനിയസിൻ്റേതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആ കനി തിന്നരുത്, ഓപ്ഷൻ 2 എന്ന് പറയുന്നത് അവൻ വീണ്ടും വരുന്നു, ഓപ്ഷൻ 3 കറുത്ത ദൈവത്തെ തേടി, ഓപ്ഷൻ 4 1128 ക്രൈം 27. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. അതായത് 2 അവൻ വീണ്ടും വരുന്നു, 1128 ക്രൈം 27. ഇത് രണ്ടുമാണ് ആരുടെ? CJ തോമസിൻ്റെ നാടകങ്ങൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 54. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല, ഗാർഹിക വാസ്തുവിദ്യ, ശില്പവിദ്യ, കരകൗശലവിദ്യ. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഗാർഹിക വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ഗാർഹിക വാസ്തുവിദ്യയുമായി. ക്വസ്റ്റ്യൻ നമ്പർ 55. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഓപ്ഷൻ എ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. ചെണ്ട, ചേങ്ങില, കുഴൽ, ഇടയ്ക്ക. ചെണ്ട, ഇലത്താളം, ഇടയ്ക്ക, ശുദ്ധമദ്ദളം. ശുദ്ധമദ്ദളം, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം എന്നിവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഒന്നുകൂടി പറയാം. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. ക്വസ്റ്റ്യൻ നമ്പർ 56. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സമ്പർക്ക ക്രാന്തി, ബി മിണ്ടാപ്രാണി, മുഴക്കം, നിരീശ്വരൻ. ഇത് അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സമ്പർക്ക ക്രാന്തിക്കും മുഴക്കത്തിനുമായിരുന്നു 2022 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 57. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം? ബീജിംഗ്, ജക്കാർത്ത, ഇഞ്ചിയോൺ, ലോസ് ഏഞ്ചൽസ്. ഇതിന് ആൻസർ വരുന്നത് ലോസ് ഏഞ്ചൽസ്. ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ ബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. ഈ ക്വസ്റ്റ്യനിലെ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് കേട്ടോ. ഇത് അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സ് നോക്കി വയ്ക്കുക. 59. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. ഇതിലെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിനുള്ള HTML ടാഗ് ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹെഡാണ്. ഹെഡ് എന്ന ടാഗാണ് മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന HTML ടാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. 45F, 66B, 66F, 67B. നമുക്കറിയാം സൈബർ ടെററിസം എന്ന് പറയുന്നത് 66Fലാണ് പറഞ്ഞിട്ടുള്ളത്, 66Fലാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി. 62 PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 63 പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? വിൻഡോസ്, മാക്, ലിനക്സ്, ആൻഡ്രോയിഡ്. ഈ ബിഗ് ക്യാറ്റ്സിൻ്റെ പേരുള്ള ഈ പതിപ്പുകൾ എന്ന് പറയുന്നത് മാക്കിൻ്റെ, ഓപ്ഷൻ ബി മാക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? വകുപ്പ് 2, വകുപ്പ് 4, വകുപ്പ് 5(2), വകുപ്പ് 7. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വകുപ്പ് 5(2) പ്രകാരമാണ് വിവരാവകാശ നിയമത്തിൽ
അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 65. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഓപ്ഷൻ എ 10 ലക്ഷം, ബി 20 ലക്ഷം, സി 1 കോടി, ഡി 50 ലക്ഷം. ഇതിൻ്റെ ഉത്തരം വരുന്നത് 50 ലക്ഷമാണ്. മുൻപ് ഇത് 1 കോടി ആയിരുന്നു, പിന്നീട് അത് 50 ലക്ഷമായി നിജപ്പെടുത്തിയതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. ഈ ഓപ്ഷൻസ് ഒന്നുമല്ല ശരി. ഇപ്പോൾ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ, ഇതിലേതാണോ ആദ്യം വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ. ഓപ്ഷൻ എ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ബി ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി, സി ഇന്ത്യയുടെ രാഷ്ട്രപതി, ഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 68. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? എ സംരക്ഷണ ഉത്തരവ്, ബി താമസ ഉത്തരവ്, സി കസ്റ്റഡി ഉത്തരവ്, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ പറയുന്ന എല്ലാം മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാക്കാൻ പറ്റും. സംരക്ഷണ ഉത്തരവും താമസ ഉത്തരവും കസ്റ്റഡി ഉത്തരവും ഒക്കെ പാസ്സാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 69. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? മാർച്ച് 15 ആണ്. ഓപ്ഷൻ എ മാർച്ച് 15 ആണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. ഓപ്ഷൻ ബി മുതിർന്ന വ്യക്തികളെക്കുറിച്ചുള്ള ദേശീയ നയം 1999. സി ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005. ഡി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ എ ആണ് ഇതിന് ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് യഥാർത്ഥ ഉത്തരവും. അപ്പോൾ LDC മലപ്പുറത്തിൻ്റെ ആൻസേഴ്സാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും റിലേറ്റഡ് ഫാക്റ്റുകളും ഈ ചാനലിൽ തന്നെ ഓരോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ പോയി കാണുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.